റിപ്പോർട്ട് ബ്രേക്കിംഗ്. സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ തകർച്ചയിൽ അന്വേഷണത്തിന് നിർദ്ദേശം. അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. മുഴുവൻ ആശുപത്രി കെട്ടിടങ്ങളിലും പരിശോധന നടത്താൻ തീരുമാനം. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആരോഗ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു. എം ജി പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എം ജി പ്രതീഷ്, നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ ആരോഗ്യം മോശമാണ് എന്നാണോ ആരോഗ്യമന്ത്രിയുടെ ഒരു വിലയിരുത്തൽ? അതിനെ തുടർന്നാണോ ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ചോർച്ച മാത്രമല്ല, ചില കെട്ടിടങ്ങളൊക്കെ വളരെ ദുർബലാവസ്ഥയിലാണ് എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങളുടെ പർച്ചേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. ഈ അടുത്ത നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളിൽ പരിശോധന നടത്താനാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ തൃശൂരിൽ ആരോഗ്യമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ ആശുപത്രി കെട്ടിടത്തിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടമായിരുന്നു. ഈ ചോർച്ച വന്നതിന് പിന്നാലെ ഉപകരണങ്ങളടക്കം ഒരു സാഹചര്യം ഉണ്ടായത് മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് മുഴുവൻ ആശുപത്രി കെട്ടിടങ്ങളിലും അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ അടുത്ത് നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളിലായിരിക്കും പരിശോധന നടക്കുക. കാരണം പുതിയ കെട്ടിടങ്ങളിൽ പോലും ചോർച്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഈ വിദഗ്ധ സമിതിയിൽ ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ ഈ ചോർച്ച അതുപോലെ തന്നെ ഈ എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഒരു മാസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിടും. അതിനുശേഷമായിരിക്കും വിദഗ്ധ സമിതി ഓരോ ആശുപത്രികളിലും എത്തി പരിശോധന നടത്തുന്നത്. നേരത്തെയും പുതിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ വലിയ അപാകതകൾ കണ്ടെത്തിയിരുന്നു. കാരണം ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉൾപ്പെടെ വരുന്ന ഈ പിഴവുകൾ അത് പിന്നീട് ഉപകരണങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ നേരത്തെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രി കെട്ടിടങ്ങളുടെ അപാകതകൾ, തകർച്ചകൾ പരിശോധിക്കാൻ ആരോഗ്യ മന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.